അന്താരാഷ്ട്ര തലത്തിലേക്ക് റാഫയ്ക്ക് നേരെ കരയാക്രമണം കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജനങ്ങളെ ഒഴിപ്പിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. ലോകരാഷ്ട്രങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും പ്രതിഷേധം അവഗണിച്ചാണ് റാഫയ്ക്ക് നേരെ കരയാക്രമണം കടുപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പുമായി ഇസ്രയേൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. റാഫയിൽ പ്രവേശിക്കരുതെന്ന് ഇസ്രായേലിനോട് പറയുന്നത് ഹമാസിനെതിരായ യുദ്ധത്തിൽ തോൽക്കുന്നതിന് തുല്യമാണെന്നും നെതന്യാഹു പറയുന്നു. ലക്ഷങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഗാസയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അഭയം തേടിയെത്തിയവർ ഉൾപ്പെടെ 12 ലക്ഷം പേർ താമസിക്കുന്ന റാഫയിൽ ആക്രമണം നടത്തിയാൽ ജനങ്ങൾ എങ്ങോട്ടു പോകുമെന്ന ആശങ്കയാണ് നിലവിലുള്ളത്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഹമാസ് മുന്നോട്ടുവെച്ച എല്ലാ നിർദ്ദേശവും ഇസ്രയേൽ തള്ളി. ഹമാസുമായുള്ള ചർച്ചകൾ മുന്നോട്ടു നീങ്ങുന്നില്ല. അവരുടെ നിബന്ധനകൾ വിചിത്രമാണെന്നും നെതന്യാഹു പറഞ്ഞു. 135 ദിവസത്തെ വെടിനിർത്തലാണ് ഹമാസ് മുന്നോട്ടുവെച്ചത്. എന്നാൽ ഹമാസുമായി ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.